കേരള PSC നടത്തുന്ന KAS എക്സാമിൻ്റെ സമ്പൂർണ്ണ സിലബസ് അവലോകനമാണ് ഇവിടെ ചെയ്യുന്നത്. നമുക്ക് ആദ്യമേ ഒരു എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നതിന് മുൻപ് നമുക്കതിൻ്റെ സിലബസ് കംപ്ലീറ്റ് അറിഞ്ഞിരിക്കേണ്ടതായിട്ടുണ്ട്. അല്ലാത്ത പക്ഷം നമുക്ക് അതിൻ്റെ റൂട്ട് നമുക്ക് ഒരിക്കലും വശമാവുകയില്ല. അതുകൊണ്ട് പ്രിപ്പയർ ചെയ്യുന്ന ഏതൊരു വിദ്യാർത്ഥിയും സിലബസ് അറിഞ്ഞിരിക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ്. അത് നിങ്ങൾ പ്രിൻ്റ് ഔട്ട് എടുത്ത് നിങ്ങളുടെ കയ്യിൽ എപ്പോഴും സൂക്ഷിച്ച് വെച്ച് അത് പഠിക്കുമ്പോൾ നിങ്ങൾ ഒത്തുനോക്കുകയും വേണം സിലബസുമായിട്ട്. നമ്മൾ പഠിക്കുന്നത് ഇതിൽ നിന്നും വ്യതിചലിച്ച് പോകുന്നുണ്ടോ എന്നെല്ലാം നമ്മൾ നോക്കി മനസ്സിലാക്കണം. അപ്പോൾ നമുക്ക് സിലബസിലേക്ക് കടക്കാം. സിലബസിലേക്ക് കടക്കുമ്പോൾ നമുക്ക് ആദ്യമേ പ്രിലിമിനറി എക്സാമിനേഷൻ ഉണ്ട്. അതെല്ലാവർക്കും അറിയാം. പ്രിലിമിനറി എക്സാമിനേഷൻ കഴിഞ്ഞ് ദെൻ നമുക്ക് മെയിൻസ് എക്സാമിനേഷൻ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് ഇൻ്റർവ്യൂ. അതിനുശേഷമായിരിക്കും നമുക്ക് സെലക്ഷൻ കിട്ടുന്നതും അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മുടെ ജോലിയും. ഇപ്പോഴും നമുക്ക് ഒന്നാമത് ഡീറ്റെയിൽ സിലബസ് പ്രിലിമിനറി എക്സാമിനേഷൻ്റെ നമുക്ക് പേപ്പർ 1 ഉണ്ട്. പേപ്പർ 1ൻ്റെ നമുക്ക് ജനറൽ സ്റ്റഡീസ് 1. അതിൽ നമുക്ക് നോക്കാം ഹിസ്റ്ററി, ഇന്ത്യ ആൻഡ് കേരള. കണ്ടു കാണുമല്ലോ, ഇന്ത്യ ആൻഡ് കേരള. ഇതായിരിക്കും നമ്മുടെ ഒന്നാമത്തെ. ഇതിൽ ഹിസ്റ്ററി ഇന്ത്യയെക്കുറിച്ചും കേരളത്തിനെക്കുറിച്ചും നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് അറിഞ്ഞിരിക്കണം. എന്തൊക്കെയാണ്? ഒന്നാമത്തെ പോയിന്റ് ഏൻഷ്യൻ്റ് ആൻഡ് മിഡീവൽ പീരീഡ്. ഏൻഷ്യൻ്റ് ആൻഡ് മിഡീവൽ പീരീഡിനെ കുറിച്ച് നമുക്ക് സമ്പൂർണ്ണമായി അറിഞ്ഞിരിക്കണം. അതിലേതൊക്കെയാണ്? സാലിൻ്റ് ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞതുകൊണ്ട് സാലിൻ്റ് ഫീച്ചേഴ്സ് ആൻഡ് മേജർ ലാൻഡ്മാർക്സ് ഓഫ് ഏൻഷ്യൻ്റ് ആൻഡ് മിഡീവൽ ഇന്ത്യ. മിഡീവൽ ഇന്ത്യ അല്ലെങ്കിൽ ഏഷ്യൻ്റ് ആൻഡ് മിഡീവൽ ഇന്ത്യയെക്കുറിച്ച് ഉള്ള ഒരു ഫീച്ചറും അവയിൽ നടന്നിട്ടുള്ള മേജറായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് അറിഞ്ഞിരിക്കണം. 2, ആർട്ട്, കൾച്ചർ, ലിറ്ററേച്ചർ, സാഹിത്യവുമായിട്ട് ആർക്കിടെക്ചർ എല്ലാം നമുക്കൊരു ധാരണ വേണം. 3, മേജർ ഡൈനാസ്റ്റീസ്. നമുക്ക് ആരൊക്കെ ഇവിടെ ഭരിച്ചിരുന്നു എന്നുള്ള എല്ലാം നമുക്ക് ഡീറ്റെയിൽ അറിഞ്ഞിരിക്കണം. പിന്നെ അവരുടെ അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റം അറിഞ്ഞിരിക്കണം. സോഷ്യൽ, റിലീജിയസ് ആൻഡ് എക്കണോമിക് കണ്ടീഷൻസ്, പ്രൊമിനൻറ്റ് മൂവ്മെൻറ്റ്സ്, ഇവയെക്കുറിച്ചെല്ലാം ഒരു ധാരണ നമുക്ക് വേണം. 2, മോഡേൺ പീരീഡിലേക്ക് വന്നു കഴിഞ്ഞാൽ മോഡേൺ ഇന്ത്യൻ ഹിസ്റ്ററി. അത് എവിടെ നിന്ന് തൊട്ട് വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഫ്രം ദ 18th century, 18ാം നൂറ്റാണ്ട് മുതൽ മതി നമുക്ക്, അപ് ടു ദ പ്രസൻറ്റ്, ഇപ്പോൾ വരെയുള്ളത്. പിന്നെ അതുമായിട്ട് ബന്ധം ഏതൊക്കെയാണ് വേണ്ടുന്നത്? സിഗ്നിഫിക്കൻറ്റ് ഇവൻറ്റ്സ്, എന്തൊക്കെ പ്രമുഖമായിട്ടുള്ള കാര്യങ്ങൾ നടന്നു, പേഴ്സണാലിറ്റീസ്, വ്യക്തികളെക്കുറിച്ച് അറിയണം. പിന്നെ എന്തൊക്കെ മെയിനായിട്ടുള്ള ഇഷ്യൂസ് ഈ കാലയളവിലുണ്ടായി, ഇതെല്ലാം നമുക്ക് അറിഞ്ഞിരിക്കണം. അതാണ് മോഡേൺ ഇന്ത്യയുടെ ആദ്യത്തെ പോയിന്റ്. ദെൻ രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുമ്പോൾ ഇന്ത്യ സ്ട്രഗിൾ ഫോർ ഇൻഡിപെൻഡൻസ്. നമ്മൾ സ്വാതന്ത്ര്യത്തിന് വേണ്ടി നമ്മൾ പൊരുതിയ ആ ഒരു കാലഘട്ടത്തിനെക്കുറിച്ചും അവിടെ നടന്ന സംഭവ വികാസങ്ങളെക്കുറിച്ചും എല്ലാം നമുക്കൊരു ധാരണ വേണം. അതിനുശേഷം സോഷ്യൽ ആൻഡ് റിലീജിയസ് റീഫോം മൂവ്മെൻറ്റ്സ് ഇൻ ദ 19th and 20th century. എന്തുമാത്രം സാമൂഹിക നവോത്ഥാനങ്ങൾ ഇവിടെ ഉണ്ടായി, അങ്ങനെയുള്ള പിന്നെ കാര്യങ്ങളെക്കുറിച്ചെല്ലാം നമുക്കൊരു അവലോകനം വേണം. മൂവ്മെൻറ്റ്സ് ഇൻ ദ 19th and 20th century. 19ാം നൂറ്റാണ്ടിലെയും 20ാം നൂറ്റാണ്ടിലെയുമാണ് നമുക്കത് വേണ്ടുന്നത്. പിന്നെ അടുത്തത് 4ാമത്തെ ടോപ്പിക് എന്ന് പറയുമ്പോൾ ഇന്ത്യ ആഫ്റ്റർ ഇൻഡിപെൻഡൻസ്. സ്വാതന്ത്ര്യത്തിന് ശേഷമുള്ള ഇന്ത്യയിലെ അവസ്ഥകൾ, പോസ്റ്റ് ഇൻഡിപെൻഡൻറ്റ് കൺസോളിഡേഷൻ, റീഓർഗനൈസേഷൻ, ഇവിടെയുള്ള ഉണ്ടായ മാറ്റങ്ങളെക്കുറിച്ചും എല്ലാ കാര്യങ്ങളും നമുക്ക് അറിഞ്ഞിരിക്കണം. ഇവിടെയൊക്കെ എന്തൊക്കെ സംഭവ വികാസങ്ങൾ സ്വാതന്ത്ര്യത്തിന് ശേഷം ഉണ്ടായി, അപ്പോൾ അതിനെക്കുറിച്ചൊരു ഡീറ്റെയിൽ ആയിട്ട് അവലോകനം നമുക്ക് അറിഞ്ഞിരിക്കണം. ഇൻഡിപെൻഡൻറ്റ് ഇന്ത്യ ആൻഡ് ഹർ നെയ്ബേഴ്സ്. പിന്നെ സ്വതന്ത്ര ഇന്ത്യയും ഇന്ത്യയുടെ ചുറ്റുമുള്ള അല്ലെങ്കിൽ ഇന്ത്യയുടെ അതിർത്തി പങ്കിടുന്ന ഉള്ള നെയ്ബറിങ് കൺട്രീസുമായിട്ടുള്ള ബന്ധങ്ങളെക്കുറിച്ചും നമുക്ക് അറിഞ്ഞിരിക്കണം. അതാണ് നമുക്ക് മോഡേൺ പീരീഡിൽ നിന്നുള്ള നമുക്കൊരു അറിഞ്ഞിരിക്കേണ്ട കാര്യം. ഇനി മൂന്നാമത്തെ ടോപ്പിക് എന്ന് പറയുമ്പോൾ കേരള ഹിസ്റ്ററി ഫ്രം 18th century. 18ാം നൂറ്റാണ്ട് മുതൽ കേരളത്തിൻ്റെ ഹിസ്റ്ററി നമുക്ക് അറിഞ്ഞിരിക്കണം. ഒന്നെന്ന് പറഞ്ഞു കഴിയുമ്പോൾ പ്രീ ഇൻഡിപെൻഡൻറ്റ് സോഷ്യൽ പൊളിറ്റിക്കൽ മൂവ്മെൻറ്റ്സിനെ കുറിച്ച് അറിയണം. ഫോർമേഷൻ ഓഫ് കേരള സ്റ്റേറ്റ്, കേരള സംസ്ഥാനം രൂപം കൊണ്ടതിനെ കുറിച്ച് അറിയണം. ഇവിടെയുള്ള പൊളിറ്റിക്കൽ പാർട്ടീസിനെ കുറിച്ചൊരു അവലോകനം വേണം. പൊളിറ്റിക്കൽ പാർട്ടീസ്, പിന്നെ മൂവ്മെൻറ്റ്സുകൾ, ഗവൺമെൻറ്റുകൾ, ലാൻഡ്മാർക്ക് ലെജിസ്ലേഷൻസ് ആൻഡ് പോളിസീസ്, എല്ലാം ഇവിടെ എന്തൊക്കെ പോളിസീസ് ഉണ്ട് അതിനെക്കുറിച്ച് എല്ലാ ഒരു അവലോകനം നമുക്ക് വേണം. പിന്നെ രണ്ടാമത്തെ എന്ന് പറയുമ്പോൾ
ഹിസ്റ്ററി ദ വേൾഡ്, ലോകത്തിൻ്റെ ചരിത്രം നമുക്ക് അറിഞ്ഞിരിക്കണം. ലോകത്തിൻ്റെ ചരിത്രം നമുക്ക് അറിഞ്ഞിരിക്കണം. അപ്പോൾ ഇൻഡസ്ട്രിയൽ റെവല്യൂഷനെ കുറിച്ച് അറിയണം, വേൾഡ് വാർസിനെ കുറിച്ച് അറിയണം, റെഡ് റോൾ ഓഫ് നാഷണൽ ബൗണ്ടറികളെ കുറിച്ച് അറിയണം, കോളനൈസേഷനെ കുറിച്ച് അറിയണം, ഡീകൊളോണൈസേഷനെ കുറിച്ച് അറിയണം, ഗ്ലോബലൈസേഷനെ കുറിച്ച് അറിയണം, കമ്മ്യൂണിസം, ക്യാപിറ്റലിസം, സോഷ്യലിസം, അവയുടെ രൂപവൽക്കരണങ്ങൾ എല്ലാത്തിനെ കുറിച്ച് അവലോകനം നമുക്ക് വേണം. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇന്നത് വേണം. അടുത്തത് നമുക്ക് കൾച്ചർ ഹെറിറ്റേജ് ഓഫ് കേരള. കേരളത്തിൻ്റെ കൾച്ചറൽ ഹെറിറ്റേജിനെ കുറിച്ചൊരു അവലോകനം നമുക്ക് വേണം, അറിഞ്ഞിരിക്കണം. അത് കൾച്ചറൽ ഹെറിറ്റേജ് ഓഫ് കേരള. സോ Cultural heritage of Kerala, arts forms, literature, sculpture, architecture, silent features of society, ഇവയെക്കുറിച്ചെല്ലാം അറിഞ്ഞിരിക്കണം. പിന്നെ കേരള ട്രൈബൽ കൾച്ചർ, പിൽഗ്രിമേജ്, ടൂറിസം പ്ലേസസ്, ഫോക്ക് കൾച്ചർ, സിനിമ, തിയേറ്റർ, ഇവയെക്കുറിച്ചെല്ലാം ഒരു അവലോകനം വേണം. ദെൻ ഹിസ്റ്ററി ആൻഡ് റെവല്യൂഷൻ ഓഫ് മലയാളം ലാംഗ്വേജ് ആൻഡ് ലിറ്ററേച്ചർ. ദെൻ നെക്സ്റ്റ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ, പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ, പൊളിറ്റിക്കൽ സിസ്റ്റം, ഗവർണൻസ്, സോഷ്യൽ ജസ്റ്റിസ് ആൻഡ് റിലേഷൻസ്, ഇവയെക്കുറിച്ചൊരു ധാരണ നമുക്ക് വേണം. അതിൻ്റെ ഒന്നാമത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ആൻഡ് സാലന്റ് ഫീച്ചേഴ്സ്, ഫങ്ഷൻസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് ഓഫ് ദി യൂണിയൻ ആൻഡ് സ്റ്റേറ്റ്സ്, പാർലമെൻറ്റ് ആൻഡ് സ്റ്റേറ്റ് ലെജിസ്ലേച്ചർ, സ്ട്രക്ചർ, ഫങ്ഷൻ, പവർ ആൻഡ് പ്രിവിലേജസ്, ഇഷ്യൂസ് ആൻഡ് ചലഞ്ചസ് pertaining to federal structure, devolution of power and finance up to local levels and challenges therein, then constitutional authorities, powers, functions and responsibilities, Panchayati Raj, then public policy and governance, impact of LPG on governance, then statutory, regulatory and quasi-judicial bodies, rights issues, human rights, women rights, then SC/ST rights, child rights, etc. Important acts, then India's foreign policy, international organizations, international treaties and forums, their structure and mandate, then judiciary in India, structure and functions, important provisions relating to emergency and constitutional amendments, then judicial review, public interest litigation, land revenue laws, then fundamental rights, fundamental duties and directive principles of administrative law. അടുത്തതായിട്ട് റീസണിങ്, മെൻ്റൽ എബിലിറ്റി ആൻഡ് സിമ്പിൾ അരിത്തമെറ്റിക്, അതിലും ഒരു അവലോകനം നമുക്ക് വേണം. എപ്പോഴും നമുക്കൊരു ചെറിയ അറിവ് വേണം നമുക്ക്. അത് നോക്കുമ്പോൾ ലോജിക്, റീസണിങ് ആൻഡ് അനലിറ്റിക്കൽ എബിലിറ്റി, നമ്പർ സീരീസ്, കോഡിംഗ്, ഡീകോഡിംഗ്, പ്രോബ്ലംസ് റിലേറ്റഡ് ടു റിലേഷൻസ്, ഷേപ്സ് ആൻഡ് ദർ സബ് സെക്ഷൻസ്, വെൻ ഡയഗ്രാം, പ്രോബ്ലംസ് ബേസ്ഡ് ഓൺ ക്ലോക്ക്, കാലണ്ടർ ആൻഡ് ഏജ്, സിമ്പിൾ അരിത്തമെറ്റിക്. അടുത്തായി ജോഗ്രഫിയെക്കുറിച്ചുള്ളൊരു ഡിസ്ക്രിപ്ഷൻ നമുക്കത് അറിഞ്ഞിരിക്കണം. ജനറൽ ജോഗ്രഫി, സോളാർ സിസ്റ്റം, മോഷൻ ഓഫ് എർത്ത്, കൺസെപ്റ്റ് ഓഫ് ടൈം, സീസൺസ്, ഇന്റേണൽ സ്ട്രക്ചർ ഓഫ് ദ എർത്ത്, മേജർ ലാൻഡ് ഫോംസ് ആൻഡ് ദ ഫീച്ചേഴ്സ്, atmosphere, structure and composition, elements and factors of climate, air masses and fronts, then atmospheric disturbances, oceans, physical, chemical and biological characteristics, then hydrological disasters, marine and continental resources, then physical, social, economic geography of world, India and Kerala, then geophysical phenomena like earthquake, tsunami, volcano, cyclone, flood, landslides. ഇത്രയും കാര്യങ്ങൾ നമ്മൾ പഠിച്ച് സിലബസ് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ നമ്മൾ പേപ്പർ 1 കംപ്ലീറ്റ് ചെയ്യും. അതിനുശേഷം നമുക്ക് പേപ്പർ 2ലേക്ക് പോകണം. പേപ്പർ 2ൽ ജനറൽ സ്റ്റഡീസ് സെക്കൻഡ് ആണ്. അതിൽ എക്കണോമിക് ആൻഡ് പ്ലാനിങ് എന്ന ടോപ്പിക്കിൽ ഞാൻ വായിക്കാം. Indian economy on the eve of independence, Indian economy in post-reform period, new economic reforms, Niti Aayog, national income and per capita income, sectoral composition, output and employment, primary, secondary and tertiary, development under different policy regimes, including 5-year plans, goals, constraints, institutions and policy framework. Then agriculture sector, land reforms in India, technological change in agriculture, major crops and cropping patterns in various parts of the country, irrigation, pricing of agriculture inputs and outputs, and public distribution system, green revolution, policies for sustainable agriculture and organic farming. Then industrial policy, public sector enterprises and the performance, growth and patterns of industrialization, small scale sector, then productivity in industrial sector, SES and SEZ and industrialization, foreign investment and competition policy, e-commerce, effects of liberalization on the economy. Then infrastructure in Indian economy, meaning and importance of infrastructure, water supply and sanitation, energy and power,
Science and technology, rural and urban infrastructure, ports, roads, airports, railways, telecommunication, dams, inland waterways, social impact assessment. Then another topic, trends and patterns in structure of population over time, growth rate, gender, rural, urban migration, literacy, regional structure and trends of poverty and inequality, in unemployment, trends, structure and national rural employment policies, indicators of development, physical quality of life index, human development index, human poverty index, gender development index, and national happiness index. Then sixth topic here, Indian public finance, government budgeting, Indian tax system, public expenditure, public debt, deficit and subsidies in the Indian economy, central-state financial relation, recent fiscal and monetary policy issues and their impact, structure of Indian banking and non-banking financial institutions and reforms, GST concept and implications, stock exchange and share market. Then 8th point, trend composition, structure and direction of India's foreign trade, India's balance of payments situation post-reforms period. Then 8th point, economy of Kerala, state and overview. Then population, major agriculture, industry, service sector issues, infrastructure and resources, major development projects, programs and schemes, cooperative sector, history and relevant policies in traditional industries, IT sector, Pravasi and foreign remittance. The 9th point, Kerala model development, land reform, social security, devolution of power, decentralized planning, housing, tourism, women empowerment, social welfare schemes, disaster management, then role and function of Kerala Planning Board, achievements of Kerala in health and education sector, policies, programs, initiatives and impacts. Then സയൻസ് ആൻഡ് ടെക്നോളജി. അടുത്തത് സയൻസ് ആൻഡ് ടെക്നോളജിയാണ് വേണ്ടത്. അതിലേക്ക് നമുക്ക് നോക്കാം. ഫസ്റ്റ് പോയിന്റ്, സയൻസ് ആൻഡ് ടെക്നോളജി, നേച്ചർ ആൻഡ് സ്കോപ്പ് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി, റെലിവൻസ് ഓഫ് science and technology, national policy on science and technology and innovations, basics of everyday science, human body, public health and community medicine, food and nutrition, healthcare. Then institutes and organization in India promoting integration of science and technology and innovation, their activities and contribution of prominent Indian scientists. Then second topic, ICT, nature and scope of ICT in today life, ICT and industry, ICT and governance, various government schemes promoting use of ICT, e-governance programs and services, etiquettes, cyber security concerns, national cyber crime policy, EMIs, artificial intelligence, benefits and impacts, then robotics. Then third topic, technology in space and defense, evolution, space and defense, evolution of Indian space programs, ISRO, its activities and achievements, various satellites programs, DRDO vision and activities. Then fourth topic, energy requirement efficiency, India's existing energy needs and deficit, India's energy resources and dependence, renewable and non-renewable energy resources, energy policy of India, government policies and programs, energy security and nuclear policy of India. Then fifth point, environmental science, issues and concerns related to environment, its legal experts, policies and treaties for the protection of environment at the national and international level, environment protection for sustainable devolution. Then biodiversity, its importance and concerns, climate change, international initiatives, policies of protocols, and India's commitment, Western Ghats, features, characteristics and issues. Then forest and wildlife, legal framework for forest and wildlife conservation in India. Then environmental hazards, pollution, carbon emission, global warming, national action plans on climate change and disaster management. Then developments in biotechnology, green technology and nanotechnology. ദെൻ കറണ്ട് ഇവൻറ്റ്സ്, ഇത് നമുക്ക് കറണ്ട് ഇവൻറ്റ്സ് എന്ന് ഉദ്ദേശിക്കുന്ന എല്ലാം നമുക്ക് അറിഞ്ഞിരിക്കണം. അത് ആനുകാലികങ്ങളിൽ നിന്നും ഉള്ള രീതിയിലായിരിക്കും നമുക്ക് കറണ്ട് അഫയേഴ്സ് ആയിട്ട് നോക്കുന്നത്. അതെല്ലാം അറിഞ്ഞിരിക്കണം. ദെൻ ലാംഗ്വേജ് പ്രൊഫഷ്യൻസി, ഇംഗ്ലീഷ് ലാംഗ്വേജിലുള്ള ലാംഗ്വേജ് പ്രൊഫഷൻ, അതൊക്കെ ടെൻസസ്, സിനോണിംസ്, ഫ്രേസൽ വെർബ്സ്, ആന്റോണിംസ്, ഇറർ കറക്ഷൻ, അഡ്ജക്റ്റീവ്സ്, ആർട്ട് വർക്ക്സ്, റിപ്പോർട്ടഡ് സ്പീച്ച്, ആക്റ്റീവ് വോയിസ്, പാസീവ് വോയിസ്, ഓക്സിലറി വെർബ്, ക്വസ്റ്റ്യൻ ടാഗ്, ഡിഗ്രീസ് ഓഫ് കമ്പാരിസൺ, punctuation, idioms and phrases, simple, common, complex sentences, connectives, prepositional verbs, prepositions, concord, pronouns, types, word order and sentence order. ഇത്രയാണ് നമുക്ക് ഇംഗ്ലീഷ് ലാംഗ്വേജ് പ്രൊഫഷ്യൻസി വേണ്ടത്. അടുത്ത ലാംഗ്വേജ് പ്രൊഫഷ്യൻസി മലയാളം.
ലാംഗ്വേജ് പ്രൊഫഷൻസി മലയാളത്തിൽ നമുക്ക് പദശുദ്ധി, വാക്യശുദ്ധി, പരിഭാഷ, ഒറ്റപ്പദം, പര്യായം, വിപരീത പദം, ശൈലികൾ, പഴഞ്ചൊല്ലുകൾ, സമാന പദം ചേർത്തെഴുതുക. പിന്നെ സ്ത്രീലിംഗം, പുല്ലിംഗം, വചനം, പിന്നെ പിരിച്ചെഴുതൽ, ഘടകപദം, വാക്യം ചേർത്തെഴുതുക. ഭരണഭാഷയുമായി ബന്ധപ്പെട്ട ഒരു ഖണ്ഡിക നൽകി അതിനെ ആധാരമാക്കി ചോദ്യങ്ങൾ, ഔദ്യോഗിക ഭാഷാ പദാവലി, വിപുലനം, സംഗ്രഹം. ഇത്രയാണ് നമുക്ക് മലയാളത്തിൽ നിന്നും വേണ്ടുന്നത്. അപ്പം നമുക്ക് ലാംഗ്വേജിൽ നമുക്ക് തിരഞ്ഞെടുക്കാം മലയാളം ഓർ പിന്നെ കന്നഡ, തമിഴൊക്കെ ഉണ്ട്. നമുക്ക് മലയാളമായി ആയിരിക്കാമല്ലോ കൂടുതലും തിരഞ്ഞെടുക്കുന്നത്. അപ്പോൾ ഇത്രയുമായിരിക്കും നമുക്ക് പ്രിലിംസിന് വേണ്ടിയുള്ള സിലബസ്. അപ്പം നിങ്ങൾ ഇപ്പം ഞാനിത് വായിച്ച് ഇത്രയും പറഞ്ഞു തരാൻ കാരണം അത്രമാത്രം ഇമ്പോർട്ടൻസ് ഉണ്ട് നമുക്ക് ഈ പാഠവുമായിട്ട്, ഈ സിലബസുമായിട്ട്. സോ നമ്മൾ ഈ സിലബസ് ഇരുത്തി ആദ്യമേ നിങ്ങൾ സിലബസാണ് വായിക്കേണ്ടത്. നന്നായി സിലബസ് വായിച്ച് അത് ഹൃദ്യസ്ഥമാക്കിയതിന് ശേഷം മാത്രമേ നിങ്ങൾ സിലബസിലേക്ക് അല്ലെങ്കിൽ നിങ്ങൾ പാഠഭാഗങ്ങളിലേക്ക് കടന്നു പോകാം. അല്ലാത്ത പക്ഷം നമുക്ക് പരന്ന വായന, നമ്മളൊരു പത്രം വായിക്കുന്നതിനോട് വായിച്ചു കഴിഞ്ഞാൽ, പത്രം ശ്രദ്ധിച്ചിട്ടില്ലേ, പത്രം വായിച്ചു കഴിയുമ്പോൾ നമുക്ക് എന്താണ് വേണ്ടുന്നതുകൊണ്ട് അങ്ങനെ പരന്നു കിടക്കുകയാണ്. അപ്പോൾ ഒരു ഉദ്യോഗാർത്ഥി എന്നുള്ള നിലയിൽ നമ്മൾ അത് പരീക്ഷയ്ക്ക് നമ്മൾ അപ്പിയർ ചെയ്യുന്നുള്ള നിലയ്ക്ക് നമുക്ക് നമുക്ക് പ്രാധാന്യം ഉള്ളത് ഇവിടെ വിവരിച്ചിട്ടുണ്ട് സിലബസ്. അപ്പോൾ സിലബസിനെ എപ്പോഴും നമ്മൾ മുൻനിർത്തി സിലബസ് ആയിരിക്കണം നമ്മുടെ മുൻതൂക്കം. സിലബസ് ആ ഒരു കാണിച്ചിരുന്ന വഴി കൂടെ മാത്രം കടന്നുപോയി അതിന് വേണ്ടുന്ന മാത്രം പഠിക്കുക. അതിനുവേണ്ടിയാണ് നമുക്ക് സിലബസിൻ്റെ അവലോകനം. ഇപ്പം നമ്മൾ ഈ കണ്ടത് പ്രിലിംസിന് വേണ്ടിയുള്ള സിലബസാണ്. ദെൻ നെക്സ്റ്റ് നമുക്ക് മെയിൻസിൻ്റെ സിലബസ് കാണാം.